ഹലോ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജൂൺ മാസത്തെ ആദ്യത്തെ സി ബി ആയിട്ടുണ്ട്. അപ്പോൾ ജൂൺ മാസത്തെ ആദ്യത്തെ സി ബി ജൂൺ 7-ാം തീയതി ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ജൂൺ 7-ന് നിങ്ങൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, അതുമായി ബന്ധപ്പെട്ടാണ് സി ബി ചെയ്യേണ്ടത്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അപ്പോൾ ആ സി ബിക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൻ്റെ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് പോഷൻ ട്രാക്കറിൽ ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തെക്കുറിച്ച് എങ്ങനെ രേഖപ്പെടുത്താമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക, ഇവൻറ്റ്സ് എടുക്കുക, അതിൽ നിങ്ങൾ സി ബി എടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സി ബി ആണ്, നമ്മൾ ഈ മാസത്തിൽ വേറെ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, അറിയാലോ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സി ബി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നീലയിൽ തൊടുക, എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജൂൺ 7 സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അറിയാലോ ഇന്ന് ചെയ്യണതുകൊണ്ടാണ് നിങ്ങൾക്ക് 7 വരാത്തത്. ജൂൺ 7/6/24 നിങ്ങൾ സെലക്ട് ചെയ്യണം. 7-ാം തീയതി തന്നെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ജൂൺ 7 തീം എന്ന് പറയുന്നത് സുപോഷൺ ദിവസമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സുപോഷൺ ദിവസത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്താൽ മതി. ആ താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. മനസ്സിലായി? സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നാളെ എല്ലാവരും സി ബി നടത്തണം കേട്ടോ. നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ മെയ് മാസത്തിൽ പലർക്കും മെയ് 31 ആയതുകൊണ്ട് അന്ന് അവർ ചെയ്യാൻ മറന്നു പോയിട്ട് തൊട്ടടുത്ത ദിവസത്തേക്ക് വന്നപ്പോൾ ജൂണായി. അപ്പോൾ ജൂണിലാകുമ്പോൾ മെയിലത്തെ സി ബി ചെയ്യാൻ പറ്റില്ല. ഒരു മാസം മാക്സിമം 2 സി ബി ആണ് നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ പുതിയത് രേഖപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും മെയ് 31 ആയതുകൊണ്ട് പ്രശ്നം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ ജൂണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് 7-ാം തീയതി എന്ന് പറയുമ്പോൾ 7-ാം തീയതി തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ എമർജൻസി സിറ്റുവേഷൻസിൽ മനുഷ്യന്മാരല്ല, എന്തെങ്കിലും കാരണവശാൽ 7-ാം തീയതി പറ്റിയില്ല, വേറെ ദിവസം തൊട്ടടുത്ത ദിവസമൊക്കെ ആണെങ്കിൽ കൂടിയും നടത്തണമെങ്കിൽ കൂടിയും രേഖപ്പെടുത്തുന്നത് അന്ന് തന്നെ ചെയ്യാൻ നോക്കാം. നമുക്ക് കുറച്ച് ദിവസം ബാക്കിലേക്ക് നമുക്ക് പറ്റും. ഇപ്പോൾ നിങ്ങളിതിൽ നോക്കിയാൽ ഈ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ട 5, 4, 3, 2 അങ്ങനെ കുറച്ച് ദിവസം ബാക്കിലേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞു പോയാലും, ഇപ്പോൾ 9-ാം തീയതി 10-ാം തീയതിക്ക് നിങ്ങളിതിനകത്ത് കയറിയാലും ബാക്കിലത്തെ 7-ാം തീയതി സെലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ മെയിലത് ബുദ്ധിമുട്ടായില്ലേ? മനസ്സിലായി? മെയ് 31 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം പോയിട്ട് 31 സെലക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത മാസമായില്ലേ, ബാക്കിലെ മാസം പോകാനും പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ വിട്ടുപോയാലും, ഇപ്പോൾ 9-ാം തീയതി 10-ാം തീയതി പോഷൻ ട്രാക്കർ തുറന്നാലും 7 സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാലും മെയിലാ ഇഷ്യൂ വരാതിരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് രേഖപ്പെടുത്തി എല്ലാവരും ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഷെയർ ചെയ്ത് തരും. പിന്നെ ഭക്ഷ്യസുരക്ഷ അറിയാലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അംഗനവാടിയിൽ കുട്ടിയെ സംബന്ധിച്ച്. ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ഭക്ഷ്യ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വൃത്തിയോട് കൂടിയിട്ട് ആഹാരം കഴിപ്പിക്കാനും ബാക്കിയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു വേദിയാണ് അംഗനവാടി. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.